വർഷം 1887. അമേരിക്കയിലെ ഇല്ലിനോയ് ജയിലിലെ ഒരു കൊലമുറി. തങ്ങൾക്ക് മുന്നിൽ തൂക്കുകയറിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന അനിവാര്യമായ മരണത്തെ 4 പേർ അക്ഷോഭ്യരായി നോക്കി നിൽക്കുന്നു. അതിലൊരാൾ തങ്ങളുടെ മരണം നടപ്പിലാക്കാനിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ കാവൽക്കാരെ നോക്കി ഈ വിധം വിളിച്ചു പറയും: മുതലാളിമാരെ, കേട്ടോളൂ, ഞങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ നിങ്ങൾക്കായേക്കും. പക്ഷേ ഇതാ ഞങ്ങളുടെ ശബ്ദം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അന്ന് കഴുമരത്തിൽ ജീവത്യാഗം നടത്തിയവരെ ഇന്ന് ലോകമോർക്കുന്നത് ചിക്കാഗോയിലെ ഹെയ്മാർക്കറ്റിലെ കൽപ്രതിമകളുടെ രൂപത്തിലാണ്. ഇന്ന് ശ്വാസം മുട്ടിക്കുന്ന നിങ്ങളുടെ ശബ്ദത്തെക്കാൾ ഞങ്ങളുടെ നിശബ്ദത ശക്തമാവുന്ന ഒരു കാലം വരുമെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന സമരസ്മാരകം. അമിത ജോലി ചൂഷണത്തിനെതിരെ തൊഴിലാളികൾ സംഘടിച്ച് പൊരുതി ചോര ചൊരിഞ്ഞ ത്യാഗനിർഭരമായ ചിക്കാഗോ സമരം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന ആഗോള തൊഴിലാളി നയത്തെ രൂപപ്പെടുത്തിയ രക്തസ്മരണ. ലോകമാകെയുള്ള തൊഴിലാളി ജീവിതത്തെ മനുഷ്യത്വപരമായി പുനഃക്രമീകരിച്ച ചരിത്ര മുഹൂർത്തമായിരുന്നത്. ചിക്കാഗോയിലെ തൊഴിലാളി രക്തത്തിന്റെ ചൂടിൽ നിന്നാണ് ലോകരാജ്യങ്ങൾ അവരുടെ തൊഴിൽ നിയമങ്ങൾ രൂപപ്പെടുത്തിയത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ തന്നെ കെട്ടിപ്പടുത്തത് തൊഴിലാളികളുടെ ഫലത്തിലാണ്. തൊഴിലാളി പക്ഷത്ത് നിലയുറപ്പിക്കാതെ ഒരു രാജ്യത്തിനും കാലുകുത്തി നിൽക്കാനാവില്ല. എന്നാൽ മുൻ നിലപാടുകളിൽ നിന്ന് ഇന്ത്യ പിന്നാക്കം പോവുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അവരുടെ ജനവിരുദ്ധ സമീപനങ്ങളിൽ മറ്റൊന്നിനു കൂടി ആരംഭം കുറിക്കാൻ ഒരുങ്ങും. ബ്രിട്ടീഷ് കാലത്ത് തന്നെ ഇന്ത്യ അവസാനിപ്പിച്ച അടിമത്തത്തിന്റെ വേഷം മാറിയ പതിപ്പായി. കോർപ്പറേറ്റ് മുതലാളിയുടെ കൊള്ളലാഭത്തിന് തൊഴിലാളി ജനതയെ ഒന്നാകെ പിഴിയാൻ അവസരമൊരുക്കുന്ന നരേന്ദ്രമോദിയുടെ മറ്റൊരു പദ്ധതി ലേബർ കോഡ്. രാജ്യത്ത് ഇന്ന് തൊഴിലാളികൾക്ക് പരിരക്ഷ നൽകുന്ന 29 തൊഴിൽ നിയമങ്ങളെയാണ് 4 കോഡുകളാക്കി ചുരുക്കി മോഡി അടിച്ചേൽപ്പിക്കുന്നത്. വേതന കോഡ്, വ്യവസായ ബന്ധ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ്, തൊഴിൽ കോഡ് എന്നിങ്ങനെ പുതിയ പേരിൽ ഈ നിയമങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇതിന്റെ ഉള്ളടക്കത്തിലും ഗുരുതരമായ മാറ്റങ്ങളുണ്ട്. ഒക്ടോബർ 8-നാണ് പുതിയ തൊഴിൽ നയത്തിന്റെ കരട് രേഖ കേന്ദ്രം പ്രസിദ്ധീകരിച്ചത്. 3 ഘട്ടങ്ങളിലായി 2025 മുതൽ 27 വരെ, 27 2037, 2037 2047 എന്നിങ്ങനെ വാർഷിക പദ്ധതികളിലായി നടപ്പിലാക്കി 22 വർഷങ്ങൾക്കുള്ളിൽ സമൂല മാറ്റം വരുത്താനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. രാജ്യത്തെ വിവിധ തൊഴിൽ മേഖലകളിൽ, അതിൽ അടിസ്ഥാന മേഖല തൊട്ട് സേവന മേഖല വരെ വരുന്ന 44 കേന്ദ്ര തൊഴിലാളി നിയമങ്ങളെ ഒറ്റയടിക്ക് 29 ചുരുക്കിയാണ് പുതിയ മാറ്റം വരുന്നത്. അവകാശം എന്ന നിലയിൽ നിന്നും തൊഴിലൊരു ധർമ്മമായി മാറാൻ പോവുകയാണ്. ദേശീയ തൊഴിൽ നയത്തിന്റെ കരട് രേഖയുടെ ആമുഖത്തിൽ തന്നെ തങ്ങൾ എന്താണ് പുതിയ തൊഴിൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഭാരതീയ ലോകവീക്ഷണത്തിൽ ജോലി കേവലം ഉപജീവന മാർഗം മാത്രമല്ല, മറിച്ച് ധർമ്മത്തിന്റെ വിശാലമായ ക്രമത്തിലേക്കുള്ള സംഭാവനയാണ്. യാജ്ഞവാൽക്യ സ്മൃതി, നാരദ സ്മൃതി, ശുക്രനീതി, അർത്ഥശാസ്ത്രം തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങൾ രാജധർമ്മ സങ്കല്പത്തിലൂടെ ഈ ധാർമ്മികത വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശീയമായി ഈ ചട്ടക്കൂടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആധുനിക ഭരണകൂടത്തിന്റെ ഭരണഘടനാപരവും അന്തർദേശീയവുമായ പശ്ചാത്തലത്തിൽ അവയെ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ് ആമുഖമായി കേന്ദ്രം തന്നെ പറഞ്ഞു വെക്കുന്നത്. വ്യവസായവൽക്കരണത്തിന് ശേഷം ലോകം കണ്ട കനത്ത ചൂഷണങ്ങൾ, ശേഷം നടന്ന തൊഴിലാളി ഏകോപനങ്ങൾ, സമരങ്ങൾ, അവകാശ പ്രഖ്യാപനങ്ങൾ, അതിൽ നിന്നും രൂപം കണ്ട വേതനം, തൊഴിലാളി അവകാശങ്ങൾ, ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങി തൊഴിലാളി പക്ഷത്തുള്ള സകലതും അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്. നാളിതുവരെ രാജ്യം പിന്തുടർന്ന തൊഴിൽ സംബന്ധിച്ച ഭരണഘടനാ കാഴ്ചപ്പാടുകൾ, കോടതി വിധികൾ എന്നിവയെല്ലാം നിരാകരിക്കപ്പെടും. പുതിയ തൊഴിൽ നിയമത്തിൽ തൊഴിലാളി പേരിൽ മാത്രമായി പരിഗണിക്കപ്പെടുന്ന ഒന്നായി മാറും. തൊഴിലാളി നാളിതുവരെ അനുഭവിച്ചു വന്ന സംരക്ഷണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ദുർബലനാവുകയും പുതിയ നിയമത്തിന്റെ തണലിൽ മുതലാളി ശക്തനാവുകയും ചെയ്തു. അതോടുകൂടി കേന്ദ്ര തൊഴിൽ വകുപ്പ് തൊഴിലുടമ വകുപ്പായി മാറും. കടുത്ത ചൂഷണങ്ങൾക്കുള്ള ലൈസൻസാണ് ഈ നിയമം മുതലാളിക്ക് നൽകുന്നത്. ഉൽപാദന വർധനവിന് വേണ്ടി മുതലാളിക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. കച്ചവടവൽകൃത വിപണിയുടെ ഒരേയൊരു ലക്ഷ്യമായ ലാഭത്തിനായി എന്ത് മാർഗവും സ്വീകരിക്കാമെന്ന സമവാക്യമാണ് ഇവിടെയും കൊണ്ടുവരുന്നത്. ഇതോടുകൂടി ഉൽപാദന വർധനവിന് തൊഴിലുടമ കടുത്ത ചൂഷണങ്ങൾ ആരംഭിക്കും. ഉൽപാദന ഉപാധികളിലും ഉൽപാദന ബന്ധങ്ങളിലും വരുന്ന ഈ കനത്ത മാറ്റം 800 ദശലക്ഷം ഇന്ത്യൻ തൊഴിലാളികളെ അന്യവൽക്കരിക്കപ്പെടും. ഇതിൽ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത് തൊഴിലാളികളിൽ തന്നെ ദുർബല വിഭാഗത്തിനെയാണ്. അവർ ഇന്ത്യൻ തൊഴിലിടങ്ങളിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകും. തൊഴിൽ മേഖലയിൽ യാതൊരു പരിശീലനവും ഇല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മറ്റൊരു ഗുരുതര പ്രശ്നം. രാജ്യത്തെ വ്യവസായ മേഖലയിൽ കുറഞ്ഞ അളവിലും സേവന മേഖലയിൽ ഭൂരിപക്ഷവുമായി സാങ്കേതിക പരിജ്ഞാനം സിദ്ധിച്ചവരാണ്. എന്നാൽ അടിസ്ഥാന മേഖലയിൽ സ്ഥിതി അതല്ല. പട്ടിണിപ്പാവങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കൂടി അഭാവത്തിലാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെ ജോലി സംബന്ധ ദിവസ വിവരങ്ങൾ AI ഉൾപ്പെടെയുള്ള നവീന സാങ്കേതിക ടൂളുകൾ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണെന്ന ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സങ്കേതങ്ങൾ കുറഞ്ഞ പക്ഷം അറിയുന്ന 39% തൊഴിലാളികൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. തൊഴിലാളിയുടെ സങ്കടങ്ങൾ കേൾക്കാനും ഇനി മുതലാളി ചെവി കൊടുക്കേണ്ടതില്ല. അതിനും AI പോലുള്ള സാങ്കേതിക സംവിധാനം വരും.
പരാതികളും ആവലാതികളും ഇനി സാങ്കേതിക വിദ്യ മറുപടി തരുമെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇത് മറ്റൊരു ഒഴിഞ്ഞുമാറലാണ്. മുൻകൂട്ടി തയ്യാർ ചെയ്തു വെച്ച കമ്പ്യൂട്ടർ ഉത്തരങ്ങൾക്ക് മനുഷ്യന്റെ സങ്കടങ്ങളെ തിരിച്ചറിയാനുള്ള വൈകാരികതയില്ലല്ലോ. ഈ വൈകാരിക ശൂന്യത സത്യത്തിൽ ചൂഷണം ചെയ്യുന്ന ഉടമയ്ക്ക് വേണ്ടി കൂടിയാണ്. ഈ ചൂഷണങ്ങളൊന്നും പരാതിയായി പിന്നീട് എവിടെയും അവതരിപ്പിക്കപ്പെടേണ്ട എന്ന സാധ്യത കൂടി ഈ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ലഘൂകരണം എന്ന പേരിൽ യഥാർത്ഥത്തിൽ വ്യവസായ തർക്ക നിയമം, ഫാക്ടറി നിയമം തുടങ്ങി നിയമങ്ങളിലൂടെ തൊഴിലാളിക്ക് ലഭിച്ചിരുന്ന സംരക്ഷണ വ്യവസ്ഥകൾ അട്ടിമറിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാം. ഈ കോഡിൽ ഉൾപ്പെട്ട സാമൂഹ്യ സുരക്ഷാ ചട്ടം ഒരിക്കലും പൂർണ്ണമല്ല. പ്രത്യേക സുരക്ഷ വേണ്ട ഗിഗ് തൊഴിലാളികളുടെ അവകാശങ്ങളെല്ലാം പേരിന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. PF, ESI, PMY തുടങ്ങിയ തൊഴിലാളിയുടെ പൂർണ്ണ അവകാശമായ സമ്പത്ത് മുഴുവൻ ഒറ്റ സാമൂഹ്യ സുരക്ഷാ ഫണ്ടാക്കി മാറ്റും. ഇതൊരു തരത്തിൽ അപര്യാപ്തമായ ഫണ്ടായി മാറും. ദേശീയമായ അടിസ്ഥാന കൂലി എന്താണെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നില്ല. ഇന്നും തുച്ഛമായ കൂലിക്ക് ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികൾ ഇന്ത്യയിലുണ്ട്. ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ഒന്നും ഇനി ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മിനിമം കൂലി വ്യവസ്ഥ ചെയ്യാത്തത് കൊണ്ട് മുതലാളിമാർക്ക് ആ മേഖലയിലും ചൂഷണം സാധ്യമാക്കാൻ കഴിയും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ പരിശോധന വേണമെന്നൊഴിച്ച് മറ്റൊരു ആരോഗ്യ സംബന്ധിയായ കാര്യവും ഈ നിയമത്തിലില്ല. ശമ്പളം നൽകാൻ വൈകിയാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശവും നിയമവിരുദ്ധമായി ശമ്പളം വെട്ടിക്കുറച്ചാൽ നൽകേണ്ട 10 ഇരട്ടി പിഴയും ഈ നിയമത്തോടെ എടുത്തുമാറ്റി തൊഴിലുടമയ്ക്ക് അനുകൂലമാക്കി മാറ്റി. വേതന വ്യവസ്ഥയിലെ ഈ മാറ്റം സർക്കാരിനും ബാധകമാവുന്നതോടെ തൊഴിലുറപ്പ് പദ്ധതി പോലെ കൂടുതൽ പേരെ ഉൾക്കൊള്ളുന്ന സർക്കാർ പദ്ധതികൾക്ക് കൃത്യമായി വേതനം നൽകണമെന്ന ബാധ്യതയിൽ നിന്നും സർക്കാർ കൂടി ഒഴിവാവുകയാണ്. അതേ നില തുടർന്നാൽ വരും ഭാവിയിൽ കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതി തന്നെ വേണ്ടെന്ന് വെച്ചേക്കാം. സ്ഥിരം തൊഴിൽ എന്ന സങ്കല്പം തന്നെ ഇല്ലാതാവും. സുപ്രധാന തൊഴിലുകളെല്ലാം സ്ഥിരമായ താൽക്കാലിക ജോലിയായി മാറും. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഈ രാജ്യത്ത് അതിനാവശ്യമായ യാതൊരു സൗകര്യവും ഒരുക്കാതെ സ്ത്രീകളടക്കം രാത്രികാല ഷിഫ്റ്റ് ഏർപ്പെടുത്താൻ നിയമം ശുപാർശ ചെയ്യുന്നു. സംരക്ഷണം എന്ന ബാധ്യതയിൽ നിന്ന് ഇവിടെയും കേന്ദ്രം മുതലാളിമാരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സുരക്ഷിതത്വമില്ലാത്ത തൊഴിലിടങ്ങൾ, തൊഴിലിടത്തിലെ പീഡനങ്ങൾ, പ്രസവാനുകൂല്യങ്ങളുടെ നിഷേധം തുടങ്ങി സ്ത്രീ സമൂഹത്തിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിയമം കൂടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. മുതലാളിക്ക് ആരെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. അതോടൊപ്പം തന്നെ ജീവനക്കാരെ അറിയിക്കാതെ തന്നെ മുതലാളി വിചാരിക്കുന്ന സമയത്ത് കമ്പനി അടച്ചുപൂട്ടാൻ സാധിക്കും. നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെല്ലാം എടുത്തു കളയുന്നത് കൊണ്ട് തന്നെ കരാർ തൊഴിൽ ഇന്ത്യ മുഴുവൻ വ്യാപിക്കും. ഉടമ പറയുന്ന തുച്ഛമായ കൂലിക്ക് കരാറടിസ്ഥാനത്തിൽ തൊഴിൽ പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് ബഹുഭൂരിപക്ഷം തൊഴിലാളികളെയും കൊണ്ടുചെന്നെത്തിക്കും. വ്യവസായ കോഡ് ഇതിനുദാഹരണമാണ്. അത് ഇന്ത്യയിലെ 70% വ്യവസായ സ്ഥാപനങ്ങളെയും 74% തൊഴിലാളികളെയും കരാർ സംവിധാനത്തിലേക്ക് മാറ്റും. തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളും മറ്റും നിയമപരമായി പ്രതിപാദിക്കുന്ന 1946 സ്റ്റാൻഡിംഗ് ഓർഡർ 300 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് ബാധകമല്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഇപ്പോൾ പാസാക്കിയ ഈ നിയമത്തിൽ സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും വെള്ളം ചേർക്കാം. സംഘടിക്കാനും തൊഴിലാളി യൂണിയനുകൾ രൂപീകരിക്കാനുമുള്ള അവകാശം ഈ പുതിയ നിയമത്തോടെ ഇല്ലാതാവും. അംഗീകൃത യൂണിയനുകൾ ഏതെന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡങ്ങളൊന്നും ഈ നിയമം അടിവരയിടുന്നില്ല. ഈ വിധം തൊഴിലാളികളെ അടിമകളാക്കി മാറ്റാനുള്ള എല്ലാ ചേരുവയും ചേർത്തുകൊണ്ടാണ് മോഡി രാജ്യത്തിന് മുന്നിൽ പുതിയ നിയമം കൊണ്ടുവന്നത്. ഈ തൊഴിൽ നിയമത്തിലൂടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ആർഷഭാരത സംസ്കാരത്തിന്റെ പുനഃസ്ഥാപനത്തിനുള്ള ശ്രമങ്ങളാണ്. ഉൽപാദനക്രമം മനുഷ്യരും ഒപ്പമുള്ള സമൂഹത്തെയും നിർണ്ണയിക്കുമെന്നിരിക്കെ നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് ഇന്ത്യയെ ഒന്നാകെ വലിച്ചിടാനുള്ള ശ്രമവും ഈ നിയമത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ നിയമത്തിന്റെ ആമുഖത്തിൽ തന്നെ തൊഴിൽ ഒരു അവകാശമല്ല, അത് ധർമ്മമാണെന്ന് ഉറപ്പിച്ചു വെക്കുന്നു. ഈ നിയമം ക്രോഡീകരിച്ചത് തന്നെ മനുസ്മൃതി ഉൾപ്പെടെ പഴയ ഹിന്ദു നിയമസംഹിതയുടെ ആകെ തുകയായാണ്. ഈ നിയമം സൃഷ്ടിക്കുന്ന പുതിയ അടിമ ഉടമ ബന്ധങ്ങൾ നയിക്കുന്നത് രാജധർമ്മത്തിലേക്കാണ്, ഒരിക്കലും ജനാധിപത്യത്തിലേക്കല്ല. ഇതുണ്ടാക്കാൻ പോകുന്നത് ചാതുർവർണ്ണത്തിന്റെ പുതിയ അവസ്ഥാന്തരങ്ങളെയാണ്. തൊഴിൽ ചെയ്യുന്നവന്റെ സംരക്ഷണം എല്ലാം എടുത്തു മാറ്റി അടിമതുല്യ ജീവിതമാണ് കേന്ദ്രത്തിന്റെ പുതിയ തൊഴിൽ നിയമം ഓഫർ ചെയ്യുന്നത്. ഇതോടെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളുടെ ജീവിതം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കീഴ്ജാതി ജീവിതത്തിന് സമാനമാണ്. തൊഴിലുടമ മേൽജാതി ജന്മിയായി മാറും. ഇനി മനുസ്മൃതി തന്നെ എടുത്തു പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നിയമം മനു പറഞ്ഞ തൊഴിലാളിയെ തന്നെയാണ് വിഭാവനം ചെയ്യുന്നത് എന്ന് തന്നെ കാണേണ്ടി വരും. മനുസ്മൃതിയുടെ 1-ാം അധ്യായത്തിലെ 91-ാം ശ്ലോകത്തിൽ തൊഴിലാളിയെ ശൂദ്രനായി വിവക്ഷിക്കുന്നുണ്ട്. ഈർഷ്യയോ വൈരമോ കൂടാതെ അന്യസമുദായക്കാരെ സ്നേഹിക്കുക എന്നത് ശൂദ്രന്റെ കടമയാണ്. ഈ സേവനത്തിന് അവന് കൂലി കിട്ടിയാലായി. സ്നേഹിക്കുക എന്ന വാക്ക് ഇവിടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് നോട്ടിക്കൽ മൈലുകൾ അകലെയാണ്. വർണ്ണത്തിൽ ഉയർന്നവന്റെ സകല ജോലികളും ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ചെയ്തു കൊടുക്കുക എന്ന നവീന മൂല്യവ്യവസ്ഥയിലേക്കാണ് മോദി ഇന്ത്യയെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. തൊഴിൽ ഇപ്പോഴും സമാവർത്തി പട്ടികയിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുൻപ് തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഇന്ത്യൻ സാഹചര്യങ്ങളെ ഏത് അവസ്ഥയിലേക്ക് വലിച്ചെത്തിക്കുമെന്ന ആശങ്ക വളരെ വലുതാണ്. 2047 മോദി ലക്ഷ്യം വെക്കുന്ന വികസിത ഭാരതം എന്ന സങ്കല്പവർഷം എത്തുമ്പോഴേക്കും ഇന്ത്യ തൊഴിലാളി മുക്തമായേക്കും. ഈ നിയമം സൃഷ്ടിക്കാൻ പോകുന്ന അസഖ്യം വരുന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളി സമൂഹം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിന്നോട്ട് വരും. പക്ഷേ രാജ്യം ഭരിക്കുന്നവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല.
മോദിയും കേന്ദ്രവും ഭരിക്കുന്നത് ഈ മുതലാളിമാർക്ക് വേണ്ടിയാണ്. അവർക്ക് ഈ രാജ്യത്തെ പല ഭാഗങ്ങളും എഴുതി കൊടുത്തു. ഇനി കൊടുക്കാനുള്ളത് ഈ രാജ്യത്തെ അനേകം വരുന്ന മനുഷ്യ വിഭവമാണ്. ആരോരും ചോദിക്കാനില്ലാതെ, ചോദ്യം ചെയ്യപ്പെടാതെ ഈ മനുഷ്യരെ ഒന്നാകെ ഒറ്റുകൊടുക്കാനുള്ള പ്രവർത്തനമാണ് ഈ നിയമം വഴി മോഡി സാധ്യമാക്കുന്നത്. SIRൽ പൗരത്വം കലക്കി അനേകം മനുഷ്യരെ അഭയാർത്ഥികളാക്കുക, തൊഴിൽ നിയമങ്ങളിലൂടെ ലക്ഷങ്ങളെ അടിമസമാന ജീവിതം നയിക്കാൻ വിധിക്കുക, ഈ രാജ്യം ആരുടേതാണെന്നും ഈ ഭരണം ആരോടൊപ്പമാണെന്നും പുനർവിചിന്തനം ചെയ്യേണ്ട സങ്കീർണ രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്ത് രൂപപ്പെടുന്നത്.